ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 8ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന 2 ആപ്ലിക്കേഷൻസ് വഴി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നേരത്തെ കാണാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്ത് നമ്മൾ കണ്ടത് ഫോളൻ ഹാർട്ട് ഫ്ലെയിം ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന യാണിനെയാണ്. യാണിന്റെ കൂടെ യൂണറുമുണ്ട്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ അതിന്റെ ബാക്കിയാണ് കാണിക്കുന്നത്. യാൻ പറയുന്നത് വേറൊന്നുമല്ല, ഗ്രീൻ ലോട്ടസ് ഫ്ലെയിമിനേക്കാളും ഒരുപാട് ബുദ്ധിമുട്ടാണ് ഫോളൻ ഹാർട്ട് ഫ്ലെയിം ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്, അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ്. യൂണർ അപ്പോൾ പറയുന്നത് അത് കിട്ടിയിട്ട് കുറച്ചല്ലേ ആയുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. യാൻ അപ്പോൾ പറയുന്നത് അതിനൊരുപാട് ഫൈറ്റിംഗ് എനർജി ആവശ്യമാണ് എന്നാണ്. അതുമാത്രമല്ല, ഇപ്പോഴും എളുപ്പത്തിൽ ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിനെ നേരിടാനാകില്ല. അവന്റെ ലെവല് ഇപ്പോഴും യൂൺഷാന്റെ അത്രയും എത്തിയിട്ടില്ല. യൂണർ അപ്പോൾ പറയുന്നത് ഈ ഫയറിന്റെ സഹായത്തോടെ അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ സാധ്യമാകുമെന്നാണ്. അതിനുശേഷം യാൻ മെഡിസിൻ എൽഡറിനോടും ഇക്കാര്യം ഡിസ്കസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവന്റെ ഫൈറ്റിംഗ് എനർജി ഒക്കെ പെട്ടെന്ന് റിക്കവർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. മെഡിസിൻ എൽഡർ അപ്പോൾ പറയുന്നത് വേറൊന്നുമല്ല, അതിന് കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇപ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം മന്ത്ര അടുത്ത ലെവലിലേക്ക് അപ്ഡേറ്റ് ആയിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് നിന്റെ അധികം ഫൈറ്റിംഗ് എനർജി ഒന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോ യാൻ ചോദിക്കുന്നത് ഇതുപയോഗിച്ച് യുൺഷാനെ ഒറ്റയ്ക്ക് നേരിടുകയാണെങ്കിൽ വല്ല വിജയ സാധ്യതയും ഉണ്ടോ എന്നാണ്. മെഡിസിൻ എൽഡർ അപ്പോൾ ഇല്ല എന്ന് പറയുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുൺഷാൻ ഉള്ളത് യാൻ ഉള്ളതിനേക്കാളും അടുത്ത ലെവലിലാണ്. ആ ലെവലിന്റെ പീക്കിലാണെന്ന് തന്നെ പറയാം. ഉടനെ തന്നെ വീണ്ടും അടുത്ത ലെവലിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് ഒറ്റയ്ക്ക് അയാൾ ഈ ഫ്ലെയിംസ് ഉപയോഗിച്ച് നേരിടുകയാണെങ്കിൽ ഒട്ടും വിജയ സാധ്യതയില്ല. പക്ഷെ യൂണർ പറഞ്ഞതുപോലെ യൂണറിന്റെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു വിജയ സാധ്യതയൊക്കെ ഉണ്ട്. യാൻ അപ്പോൾ അവന്റെ കയ്യിലുള്ള ഫ്ലെയിംസുകളെ കുറിച്ചും അവൻ അറിയാവുന്ന ഒരുപാട് ടെക്നിക്കുകളെ കുറിച്ചും പറഞ്ഞതിന് ശേഷം ഇതൊക്കെ ഉപയോഗിച്ച് യുൺഷാനെ നേരിടാൻ സാധിക്കില്ല എന്നാണ്. അതിന് മറുപടിയായിട്ട് മെഡിസിൻ എൽഡർ പറയുന്നത് ക്ലൗഡ് മിസ്റ്റി സെക്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള സെക്ട് തന്നെയാണ്. യുൺഷാനെ മാത്രമല്ല നോക്കേണ്ടത്, അവരുടെ സെക്ടിന് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഫോർമേഷൻസ് ഒക്കെ ഉണ്ട്. യാണിനപ്പോ കാര്യം മനസ്സിലാകുന്നു. അവന്റെ ഫ്ലെയിംസ് ഒക്കെ വേണ്ട രീതിയിൽ പവർഫുൾ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഫൈറ്റിംഗ് എനർജി ഒക്കെ വേണം. അപ്പോഴാണ് യാണിന് പെട്ടെന്ന് ഒരു ആശയം വരുന്നത്, ഈ ഫ്ലെയിംസ് രണ്ടും ഒരുമിച്ച് ചേർത്ത് പ്രവർത്തിച്ചാലോ, അതായത് 2 ഫ്ലെയിംസും കമ്പൈൻ ചെയ്യുകയാണെങ്കിലോ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പവർ ഒരുപാട് വർദ്ധിക്കും. ആരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. കാരണം ഒരു ഹെവൻലി ഫ്ലെയിം തന്നെ കിട്ടുന്നത് ഭാഗ്യമാണ്. അപ്പൊ പിന്നെ ഒന്നിൽ കൂടുതൽ ഹെവൻലി ഫ്ലെയിംസ് കിട്ടുന്ന കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയെങ്കിൽ അതൊരു പുതിയ ഫൈറ്റിംഗ് ടെക്നിക്ക് തന്നെയായിട്ട് എടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. മെഡിസിൻ എൽഡറും ഒന്നും പറയുന്നില്ല, ട്രൈ ചെയ്തോളാം പറയുന്നു. അതിനുശേഷം മോതിരത്തിന്റെ പുറത്തു വന്ന് 2 ഫ്ലെയിംസും യാൻ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നു. പരിക്കുകൾ പറ്റുന്നുണ്ടെങ്കിലും പ്രോഗ്രസ്സും ഉണ്ടെന്ന് കാണുമ്പോൾ അവൻ ഒരുപാട് സന്തോഷമാകുന്നു. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് പോലും അത് അവനെ അലട്ടുന്നുണ്ട്. ഉറങ്ങുന്ന സമയത്ത് പോലും ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ അത് ട്രൈ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. പിന്നെ അടുത്ത ദിവസം ഗൂക്ലാനിലെ ജനറൽ യാണിന്റെ ഫാദറിനെ 10 ദിവസത്തിനുള്ളിൽ ക്ലൗഡ് മിസ്റ്റ് സെക്ട് മരണത്തിന് വിധിക്കും എന്ന വാർത്ത യാണിനെയും യൂണറിനെയും അറിയിക്കുന്നതാണ്. എല്ലായിടത്തും അത് പരസ്യം ചെയ്തിട്ടുണ്ട്. യാണിന് അതെല്ലാം കേട്ട് ശരിക്കും ദേഷ്യമാകുന്നു. ഉടനെ തന്നെ അവൻ വീണ്ടും ഫ്ലെയിംസുകൾ സംയോജിപ്പിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു. മെഡിസിൻ എൽഡറിന് അതിൽ ഒരുപാട് പ്രതീക്ഷയില്ലെങ്കിലും അവൻ ഒരുപാട് ഗൈഡൻസ് കൊടുക്കുന്നു. ഫ്ലെയിം മന്ത്ര കൂടി അതിന്റെ കൂടെ പ്രയോഗിക്കാനൊക്കെ പറയുന്നു. അപ്പോൾ അവന് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അവസാനമാകുമ്പോഴേക്കും ഫെയിൽ ആയി പോകുന്നു. അതുമൂലം അവന് ഒരുപാട് പരിക്കുകൾ ഉണ്ടാകുന്നുണ്ട്, ചോര തുപ്പി പോകുന്നുണ്ട്. മെഡിസിൻ എൽഡർ അത് കണ്ട് ഒരുപാട് ആകുലപ്പെടുകയും ദേഷ്യത്തോടെ അവനെ ശകാരിക്കുകയും ചെയ്യുന്നു. ഇതിന് ക്ഷമയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞാണ് അവനെ ശകാരിക്കുന്നത്. എന്നാൽ ക്ലൗഡ് മിസ്റ്റ് സെക്ടിനോടുള്ള ദേഷ്യമായിരുന്നു അപ്പോഴും അവൻ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അവസാനം അവനോട് ഈ അവസ്ഥയിൽ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കില്ല, അവനോട് പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്താൻ പറയുന്നു. അല്ല എങ്കിൽ അതവന്റെ ജീവന് തന്നെ ആപത്തായിരിക്കും. യാൻ അതിന് തയ്യാറാകാതിരിക്കുമ്പോൾ മെഡിസിൻ എൽഡർ അവനെ സഹായിക്കുന്നില്ല. വേറെ നിവൃത്തിയില്ലാതെ ആ പ്രാക്ടീസ് അവൻ നിർത്തിവെക്കുകയാണ്. യൂണർ അവന്റെ കയ്യിൽ മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നു. അപ്പോഴും എങ്ങനെയെങ്കിലും തന്റെ ഫാദറിനെ രക്ഷിക്കണമെന്ന് മാത്രമേ യാൻ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഗൂക്ലാനിലെ ജനറലിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. 2 പേരും ഒട്ടും ഹോൾഡ് ചെയ്ത് വെക്കില്ല. എല്ലാ ശക്തിയും പുറത്തെടുത്തായിരിക്കും ഫൈറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ യാണിന് എത്രമാത്രം വിജയസാധ്യതയുണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ഫൈറ്റിന്റെ സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റുകയാണെങ്കിൽ യൂണർ ഉടനെ തന്നെ ശുശ്രൂഷിക്കുന്നതായിരിക്കും. അങ്ങനെ സർവ്വശക്തിയും പുറത്തെടുത്തുകൊണ്ടുള്ള 2 പേരുടെയും ഫൈറ്റ് ആരംഭിക്കുന്നു. ഗൂക്ലാനിലെ ജനറലിന്റെ ലെവലും യുൺഷാന്റെ ലെവലും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഗൂക്ലാനിലെ ജനറലിനെ നേരിടാൻ സാധിക്കുകയാണെങ്കിൽ യാണിന് വിജയസാധ്യതയുണ്ട്. എന്നാൽ തുടക്കത്തിലെ
തന്നെ ഗോക്ലാനിലെ ജനറലിന് ഇതിനെ യാണിന് പിടിച്ചു നിൽക്കാനാകുന്നില്ല. ആ ലെവലിലുള്ളവരുടെ സ്പീഡ് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അല്പനേരത്തേക്കാണെങ്കിൽ പോലും യുൻഷാന്റെ മുമ്പിൽ കീഴടങ്ങിയാലോ എന്ന് യാൻ ചിന്തിച്ചു പോകുന്നുണ്ട്. അങ്ങനെയെങ്കിലും തന്റെ ഫാദറിനെ രക്ഷിക്കാമല്ലോ. അതിനുശേഷം ഫ്ലെയിംസ് ഒക്കെ ഉപയോഗിച്ചായിരുന്നു ഗോക്ലാനിലെ ജനറലിനെ നേരിട്ടത്. പക്ഷേ അതുകൊണ്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ആ സമയത്തും 2 ഫ്ലെയിംസുകൾ ഒരുമിച്ച് ചേർത്തുള്ള അറ്റാക്ക് നടത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, അതുമൂലം അവന് ഒരുപാട് പരിക്കുകളും പറ്റി. യൂണർ അതെല്ലാം കണ്ട് അവനോട് നിർത്താൻ പറഞ്ഞതായിരുന്നു. പക്ഷേ അവൻ നിർത്താൻ തയ്യാറായില്ല. എങ്കിലും അവസാനം അവൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പരാജയപ്പെട്ടതിന് ശേഷം ഗോക്ലാനിലെ ജനറൽ പറഞ്ഞത് വേറൊന്നുമല്ല, ഒട്ടും ക്ഷമയില്ലാതെ കൺട്രോൾ ഇല്ലാതെയാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നതെന്നാണ്. മെഡിസിൻ എൽഡറും അവനോട് പറഞ്ഞത് അത് തന്നെയായിരുന്നു. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അവന്റെ ഫീലിംഗ്സ് ആയിരുന്നു അവനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം യൂണർ ജനറൽ മോവിനോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുന്നു. ജനറൽ മോവിന് നന്ദി പറയുന്നു. യാണിനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതിനൊക്കെ കൺട്രോളും ക്ഷമയും ഇല്ലാത്ത രീതിയിൽ ഫൈറ്റ് ചെയ്തതുകൊണ്ടാണ് യാൻ പരാജയപ്പെട്ടത്. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ തനിക്കറിയാമെന്ന് യൂണർ പറയുന്നു. യൂണർ യാണിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് ഡേഞ്ചറസ് ആയിരിക്കുമെന്ന് പറഞ്ഞ് ജനറൽ തടഞ്ഞതാണ്. എന്നാൽ അതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല എന്ന് യൂണർ പറയുന്നു. യൂണറിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ യാൻ ക്ഷമയോടെ കെയർ ചെയ്ത് മാത്രമേ ഫൈറ്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ അതിൽ വിജയിക്കുമെന്നാണ് യൂണർ വിശ്വസിക്കുന്നത്. അതിനുശേഷം പിന്നീട് യൂണറാണ് യാണിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത്. യൂണറിനെ കണ്ടപ്പോൾ യാൻ ഫൈറ്റ് ചെയ്യാതിരുന്നതാണ്. എന്നാൽ യൂണർ ഫൈറ്റ് ചെയ്യാൻ നിർബന്ധിച്ചു. ഒട്ടും ഹോൾഡ് ചെയ്യരുത് എന്ന് പറഞ്ഞു. താല്പര്യമില്ലാതിരുന്നിട്ട് പോലും യാൻ അതിനെ തയ്യാറാകുന്നു. കാരണം അവളുടെ കൂടെ ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണറിനെ യാൻ ശക്തിയില്ലാത്തവളായിട്ട് കണക്കാക്കുന്നത് പോലെയാകും. അതുകൊണ്ട് യാൻ അതിന് തയ്യാറാകുന്നു. ശേഷം അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് നടക്കുന്നത്. നല്ല രീതിയിൽ തന്നെ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. യാൻ ഫ്ലെയിംസ് ഉപയോഗിക്കുന്ന സമയത്താകട്ടെ ക്ഷമയോടെ അത് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് യൂണർ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ആ ഫ്ലെയിംസുകൾ കമ്പൈൻ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലെയിംസിലുള്ള കൺട്രോൾ പോലും യാണിന് നഷ്ടമാകുന്നു. ഓടിച്ചെന്ന് യാൻ തന്നെയാണ് യൂണറിനെ ആ സമയത്ത് രക്ഷിക്കുന്നതും. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ യൂണർ പറയുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നീ നിന്റെ കാര്യമാണ് നോക്കേണ്ടത്. ഒട്ടും ക്ഷമയില്ലാത്ത രീതിയിലാണ് നീ ഫൈറ്റ് ചെയ്യുന്നത്. എല്ലാവരും അത് പറഞ്ഞു കഴിയുമ്പോൾ ശേഷം ഒറ്റയ്ക്ക് പോയിട്ട് യാൻ പ്രാക്ടീസ് ചെയ്യുന്നത് സ്വയം കൺട്രോൾ ചെയ്തുകൊണ്ടാണ്. ഫ്ലെയിം മന്ത്രം ഉപയോഗിച്ച് ഫ്ലെയിംസുകളുടെ വയലൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഫ്ലെയിംസുകളെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യണമെങ്കിൽ അത് ആരാണോ കൺട്രോൾ ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഡീമൻസിനെ കൺട്രോൾ ചെയ്യണം. അതും പറഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അവസാനം അവൻ അതിൽ വിജയിക്കുന്നു. 2 ഫ്ലെയിംസുകളും അവനെ കമ്പൈൻ ചെയ്യാൻ സാധിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടെ ഇക്കാര്യം ആദ്യമേ തന്നെ മെഡിസിൻ എൽഡറിനെയാണ് അറിയിക്കുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ മെഡിസിൻ എൽഡറിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ഇനിയും പോരാ എന്നാണ് മെഡിസിൻ എൽഡർ പറയുന്നത്. ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിനെ മുഴുവനായിട്ട് നേരിടണമെങ്കിൽ ഇനിയും പവർഫുൾ ആകണം. അതിനുവേണ്ടി ഒരു ഫ്ലെയിം കൂടി അതിന്റെ കൂടെ കമ്പൈൻ ചെയ്യാനാണ് മെഡിസിൻ എൽഡർ പറയുന്നത്. 3ാമത്തെ ഫ്ലെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോൺ സ്പിരിറ്റ് ചിൽ ഫ്ലെയിം തന്നെയാണ്. യാൻ അത് കേട്ട് മോട്ടിവേറ്റഡ് ആകുന്നു, സന്തോഷമാകുന്നു. പക്ഷേ മാസ്റ്റർ അത് തരുമോ എന്നാണ് യാൻ ചോദിക്കുന്നത്. മെഡിസിൻ എൽഡർ അപ്പോൾ അവനെ ഒന്ന് അടിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു പ്രാവശ്യം ഞാൻ അത് നിനക്ക് തന്നതല്ലേ, ഇനിയും തന്നാൽ എന്താണ്? യാണിന് അത് കേട്ട് ഒരുപാട് സന്തോഷമാകുന്നു. അതിനുശേഷം 3 ഫ്ലെയിംസുകൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് അവൻ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നാൽ ആദ്യമൊക്കെ അവൻ അതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവന്റെ കൺട്രോൾ ശരിക്കും നഷ്ടപ്പെട്ടിരുന്നു. 2 ഫ്ലെയിംസുകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 3ാമതൊരു ഫ്ലെയിംസ് കൂടി ആഡ് ചെയ്യുന്നത് എളുപ്പമായിരിക്കുമെന്നാണ് അവൻ കരുതിയത്. ആ സമയത്ത് മെഡിസിൻ എൽഡർ പോലും കൈമലർത്തുകയാണ്. കാരണം മെഡിസിൻ എൽഡർ പോലും ഇതുവരെയും 3 ഹെവൻലി ഫ്ലെയിംസിനെ കൈകാര്യം ചെയ്തിട്ടില്ല. അതിനുശേഷം യാൻ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും പരിക്ക് പറ്റിയതല്ലാതെ ഒരു കാര്യവും ഉണ്ടായില്ല. പല പ്രാവശ്യവും വിജയത്തിന്റെ അരികിൽ വരെയും എത്തിയതായിരുന്നു. പക്ഷേ പൂർണ്ണമായും വിജയിച്ചില്ല. ശേഷം മോതിരത്തിന്റെ ഉള്ളിൽ വെള്ളത്തിൽ കിടന്നുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ വെച്ച് മെഡിസിൻ എൽഡർ അവന് ബ്ലഡ് ലോട്ടസ് പില്ല് എന്ന ഒരു പ്രത്യേക പില്ല് കൊടുക്കുന്നു. അതിന് ഭയങ്കര ചൂടായിരുന്നു. യാൻ അത് അവിടെ വെച്ച് തന്നെ കഴിക്കുന്നു. മെഡിസിൻ എൽഡർ പറയുന്നത് ആ പില്ല് ഫ്ലെയിംസുകളിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയാണ് എന്നാണ്. എന്നാൽ അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ചൂട് യാണിന് ഒട്ടും സഹിക്കാൻ സാധിച്ചിരുന്നില്ല. അത് കേട്ട് കഴിയുമ്പോൾ മെഡിസിൻ എൽഡർ പറയുന്നത് അവനെ തന്നെ മറക്കുക, മനസ്സ് ശാന്തമാക്കുക, അതാണ് ഇതിനുള്ള ആന്റിഡോട്ട്. മെഡിസിൻ എൽഡർ ആ പില്ല് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അവനോട് പറഞ്ഞു കൊടുത്തിരുന്നു. 2 വ്യത്യസ്ത തരത്തിലുള്ള പില്ലുകൾ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ആ പില്ല് ഉണ്ടാക്കിയത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് യാണിന് ഒരു ഐഡിയ വന്നത്. ആദ്യമേ തന്നെ ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെയും ഗ്രീൻ ലോട്ടസ് ഫ്ലെയിമിനെയും കമ്പൈൻ ചെയ്ത് പുതിയൊരു ഹെവൻലി ഫ്ലെയിം ഉണ്ടാക്കുക. അതിനുശേഷം ബോൺ സ്പിരിറ്റ് ചില്ല് ഫ്ലെയിം ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് എളുപ്പമായിരിക്കും. എന്നാൽ മെഡിസിൻ എൽഡർ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. പുതിയൊരു ഹെവൻലി ഫ്ലെയിം ഒക്കെ ഉണ്ടാക്കുന്നത് ഡിഫറന്റ് ആയിട്ടുള്ള കാര്യമാണ്
കാര്യമാണ് എന്നാണ് മെഡിസിൻ എൽഡർ പറയുന്നത്. അപ്പോ ഈ പില്ലിന്റെ കാര്യത്തിൽ അതെങ്ങനെയാണ് പ്രാവർത്തികമായതെന്നാണ് യാൻ ചോദിക്കുന്നത്. മെഡിസിൻ എൽഡർ അപ്പോൾ പില്ലും ഫ്ലെയിംസും ഡിഫറന്റ് ആണ് എന്ന് പറയുന്നു. എന്നാൽ അത് വിജയിക്കുമെന്ന് തന്നെയാണ് യാൻ ഉറപ്പിച്ചു പറയുന്നത്. അങ്ങനെയെങ്കിൽ നിന്റെ ആഗ്രഹം പോലെ തന്നെ ചെയ്തു നോക്കാനാണ് മെഡിസിൻ എൽഡർ പറയുന്നത്. ഫ്ലെയിം മന്ത്ര പരമാവധി യൂസ് ചെയ്യാനും പറയുന്നു. ആരും ചിന്തിക്കാത്ത രീതിയിലൊക്കെയാണ് യാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് മെഡിസിൻ എൽഡറിന് പോലും ഉറപ്പ് കൊടുക്കാൻ സാധിക്കാത്തത്. പക്ഷെ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം അവനെ സഹായിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും അവസാനം മെഡിസിൻ എൽഡർ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലെയിംസ് ഒക്കെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതെല്ലാം അപ്രത്യക്ഷമായിട്ട് യാൻ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്നു. ഹെവൻലി ഫ്ലെയിം സ്പേസ് എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അവിടെ വെച്ചും അവൻ മെഡിസിൻ എൽഡറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നു. മാസ്റ്റർ എന്ന് ഒരുപാട് പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോൾ മെഡിസിൻ എൽഡറും അതിന് റെസ്പോൺസ് കൊടുക്കുന്നു. അവൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് മെഡിസിൻ എൽഡറും പറഞ്ഞു കൊടുക്കുന്നു. യാണിന്റെ മോതിരത്തിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ മെഡിസിൻ എൽഡറിനും അതൊക്കെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. മോതിരത്തിന്റെ ഉള്ളിൽ വെച്ച് യാണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി മെഡിസിൻ എൽഡറും കുറെ ഷീൽഡ് ഒക്കെ ഉണ്ടാക്കുന്നു. അല്പം കഴിയുമ്പോൾ തന്നെ മെഡിസിൻ എൽഡർ തളർന്നു വീഴുന്നു. യാണിനും അവസാനം അതിൽ നിന്ന് പുറത്തു കടക്കാനാകുന്നു. പുറത്തു വന്ന യാണിനാകട്ടെ ഒരുപാട് സന്തോഷമാകുന്നു. കാരണം ഫോളൻ ഹാർട്ട് ഫ്ലെയിമും ഗ്രീൻ ലോട്ടസ് ഫ്ലെയിമും അവൻ ഒന്നാക്കി തീർത്ത് മറ്റൊരു പുതിയ ഫ്ലെയിമും ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോ അത് രണ്ടും ഒന്നാണ്. ആ സന്തോഷ വാർത്ത മെഡിസിൻ എൽഡറിനെ അറിയിക്കാമെന്ന് കരുതി മെഡിസിൻ എൽഡറിന്റെ അടുത്ത് വന്നു നോക്കിയപ്പോൾ മെഡിസിൻ എൽഡർ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആകുലതയോടെ യാൻ വന്ന് വിളിച്ചു കഴിയുമ്പോൾ അവശതയോടുകൂടിയാണ് മെഡിസിൻ എൽഡർ എഴുന്നേൽക്കുന്നത്. എന്നിട്ട് മെഡിസിൻ എൽഡർ പറയുന്നത് ഇങ്ങനെയാണ്: വളരെ വയലന്റ് ആയിട്ടുള്ള ഫ്ലെയിംസിന്റെ അറ്റാക്ക് ആണ് നിനക്ക് വേണ്ടി ഞാൻ പ്രതിരോധിച്ചത്. അല്ല എങ്കിൽ അത് നിന്നെ അപകടത്തിലാക്കിയാനെ. ഈ വിജയമൊന്നും ഉണ്ടാകില്ലായിരുന്നു. യാൻ അപ്പോൾ അതിനൊക്കെ നന്ദി പറഞ്ഞിട്ട് ഈ പുതിയ ഹെവൻലി ഫ്ലെയിമിന് എന്താണ് പേരിടേണ്ടതെന്ന് ചോദിക്കുന്നു. മെഡിസിൻ എൽഡർ ഒരു ചെറിയ പേരാണ് പറയുന്നത്. ഗ്ലേസ്ഡ് ഫ്ലെയിം എന്നാണ് പറയുന്നത്. യാൻ ആണ് ഗ്ലേസ്ഡ് ലോട്ടസ് ഹാർട്ട് ഫ്ലെയിം എന്ന് ഇട്ടാലോ എന്ന് പറയുന്നത്. മെഡിസിൻ എൽഡറിനും അത് ഇഷ്ടമാകുന്നു. ഈ പുതിയ ഫ്ലെയിം വളരെ പവർഫുൾ ആയിരിക്കുമെന്നാണ് മെഡിസിൻ എൽഡർ പറയുന്നത്. രണ്ട് ഫ്ലെയിംസിന്റെയും ശക്തികൾ അതിൽ അടങ്ങിയിരിക്കും. അതിനുശേഷം അവനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ്, പുതിയൊരു ടെക്നിക്ക് മാത്രമല്ല പുതിയൊരു ഫ്ലെയിം കൂടി നീ ഉണ്ടാക്കിയിരിക്കുകയാണ്. യാൻ ആകട്ടെ അതെല്ലാം കേട്ട് ഒരുപാട് സന്തോഷമാകുന്നു. അവസാനം ദേഷ്യത്തോടെ പറയുകയാണ്, ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിനെ കൊണ്ട് അവർ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയിപ്പിക്കും. ബോൺ സ്പിരിറ്റ് കോൾഡ് ഫ്ലെയിം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഞാൻ ഇടാൻ പോകുന്ന പേര് ബുദ്ധാസ് റാത്ത്ഫുൾ ലോട്ടസ് ഫ്ലെയിം എന്നായിരിക്കും. അതിനുശേഷം അവിടെ വെച്ച് തന്നെ ബോൺ സ്പിരിറ്റ് കോൾഡ് ഫ്ലെയിം കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ അവനത് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് കൺട്രോൾ നഷ്ടപ്പെട്ട് അവിടെയുള്ള തൂണുകളൊക്കെ തകർന്നു വീഴുന്നു. മെഡിസിൻ എൽഡർ അപ്പോൾ ദേഷ്യപ്പെട്ട്, ഇപ്പോഴും നിനക്ക് ഹെവൻലി ഫ്ലെയിംസിൽ കൺട്രോൾ വന്നിട്ടില്ല, ആദ്യം ഹെവൻലി ഫ്ലെയിംസിൽ കൺട്രോൾ വരുത്തണം, ഇനിയും പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെയാണ് യാൻ അപ്പോൾ സ്വയം പറയുന്നത്. പക്ഷെ അതിനുള്ള സമയമില്ല എന്നാണ്. അതിനുശേഷം ഇക്കാര്യങ്ങളെല്ലാം യൂണറിനോടും പറയുന്നു. യൂണർ അപ്പോൾ ചോദിക്കുന്നത് ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിലേക്ക് പോകാൻ റെഡിയാണോ എന്നാണ്. യാൻ റെഡിയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ യൂണറും അവന്റെ കൂടെ വരാമെന്ന് പറയുന്നു. പക്ഷെ യാൻ അതിന് സമ്മതിക്കുന്നില്ല. അവളുടെ ജീവൻ കൂടി അപകടത്തിലാക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അത് അവളോട് പറഞ്ഞു കഴിയുമ്പോൾ യൂണർ പറയുന്നത്, പക്ഷെ എന്ത് പ്രതിബന്ധം ഉണ്ടായാലും നമ്മൾ ഒരുമിച്ച് നേരിടുമെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെയാണ്. യാണിന് അതിന് ഒട്ടും താല്പര്യമില്ലെങ്കിലും അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം അത് സമ്മതിക്കുന്നു. യൂണർ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ മാസ്റ്റേഴ്സിനോട് യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നു. യൂണർ പോയി കഴിയുമ്പോൾ ആ ജനറൽ അവിടെ എത്തുന്നു. യൂണറും അവന്റെ കൂടെ ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിലേക്ക് വരുന്നുണ്ടോ എന്നാണ് ആ ജനറൽ ചോദിക്കുന്നത്. യാൻ അപ്പോൾ പറയുന്നത് യൂണറിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു, പക്ഷെ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അതിന് സമ്മതിച്ചത് എന്നാണ്. പിന്നെ അവിടെ എന്താണ് നടന്നതെന്ന് കാണിക്കുന്നില്ല. ജനറൽ ഹൂജിയുടെ അടുത്ത് വന്ന് യാത്ര പറയുന്നതായിട്ട് കാണിക്കുന്നു. എന്നാൽ അവർ പോവുകയാണ് എന്ന് കേട്ടപ്പോൾ ഹൂജിയക്ക് ഒരുപാട് വിഷമമാകുന്നു. അവൾ ഒരുപാട് പൊട്ടിക്കരയുന്നു. വന്ന ഉടനെ തന്നെ ആ ജനറലിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ഹൂജിയ പറയുകയാണ്, നിങ്ങൾ എന്നെ വിട്ട് ദൂരേക്ക് പോവുകയാണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാകും. എന്റെ ഗ്രാൻഡ് ഫാദർ നിങ്ങളുടെ കൂടെ പോകാൻ എന്നെ അനുവദിക്കില്ല, അല്ലെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വന്നാനേ. ശേഷം അവൾ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കെട്ടാൻ ഒരു സാധനവും ജനറലിന് കൊടുക്കുന്നു. നിനക്ക് വയസ്സാകുന്നത് വരെയും ഇത് കയ്യിൽ തന്നെ കെട്ടിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷമത്തോടെ ഹൂജി അവിടുന്ന് പോകുന്നത്. മറ്റൊരു കാര്യം കൂടി പരിഭവം പോലെ അവൾ പറഞ്ഞിരുന്നു. അവൻ അവളോട് ഒന്നും തന്നെ സംസാരിക്കാറില്ല, എന്തെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് സംസാരിക്കാൻ വരാറുള്ളത് എന്നൊക്കെ. അതെല്ലാം മനസ്സിലാക്കി ആ ജനറൽ ഹൂജിയക്ക് നന്ദി പറയുന്നു. ബായിഷാന്റെ കൂടെ കൂടി ചെറിയ കുസൃതി
കുസൃതികളൊക്കെ കാണിച്ചെങ്കിലും ആള് പാവമായിരുന്നു. പിന്നെ ക്ലൗഡ് മിസ്റ്റി സെക്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യാണിനെയും യൂണറിനെയും കാണിക്കുന്നു. സന്തോഷത്തോടെ കളിച്ചിരിയോടെ പഴയ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ് കട്ട് ചെയ്ത് ഒരുമിച്ച് അവർ പുറത്തു പോകാറുള്ളതും അവർക്ക് പണിഷ്മെന്റ് കിട്ടുന്ന സമയത്ത് യൂണറും ആ പണിഷ്മെന്റ് ഏറ്റുവാങ്ങാറുള്ളതും അതുവഴി അവളുടെ കയ്യിൽ ആ ബെല്ല് വന്നതിനെ കുറിച്ചുമൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടെയായിരുന്നു യൂണർ അക്കാര്യങ്ങൾ യാണിനോട് പറഞ്ഞത്. പണ്ട് യാണിന് പണിഷ്മെന്റ് കിട്ടുന്ന സമയത്ത് യൂണറും ആ പണിഷ്മെന്റ് ഏറ്റുവാങ്ങുമായിരുന്നു. അന്ന് ആളുകൾ അവളോട് പറയുമായിരുന്നു അവൾ ഷിയോ ഫാമിലിയിലെ ഒരു ഗസ്റ്റ് മാത്രമാണ്, ഷിയോ ഫാമിലിയിൽ നിന്നുള്ളതല്ല എന്നൊക്കെ. അതൊന്നും യൂണറിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഷിയോ ഫാമിലിയിലെ ഒരു അംഗമെന്ന് വിളിക്കാനായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത്. യാണിന്റെ ഫാദറിനെ സ്വന്തം ഫാദറിനെ പോലെയായിരുന്നു അവൾ കരുതിയിരുന്നത്. ഷിയോ ക്ലാന്റെ പേരിൽ അറിയപ്പെടണമെന്ന് അവൾ ആഗ്രഹിച്ചത് കൊണ്ടായിരുന്നു അക്കാദമിയിൽ പ്രവേശിച്ചപ്പോൾ പോലും ഷിയോ യൂണർ എന്ന് അവൾ അവളുടെ പേര് മാറ്റി പറഞ്ഞത്. രാത്രിയായപ്പോൾ ടെന്റൊക്കെ അടിച്ച് തീയൊക്കെ കൂട്ടിയാണ് അവർ അവിടെ ഇരിക്കുന്നത്. എന്തോ ആലോചിച്ചിരിക്കുന്ന യാണിന്റെ അടുത്തേക്ക് ഉറങ്ങാതിരിക്കുകയായിരുന്ന യൂണറും വരുന്നു. അവന്റെ തോളിൽ തല വെച്ച് കിടക്കുന്ന സമയത്ത് യാൻ പറയുകയാണ്, രാവിലെ മുതൽ എന്റെ കൂടെ നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നില്ലേ, കുറച്ച് റെസ്റ്റ് എടുത്താൽ എന്താ? എന്നാൽ അവന്റെ കൂടെ അങ്ങനെ തന്നെ ഇരിക്കാനാണ് യൂണർ ആഗ്രഹിച്ചത്. യാൻ അതിനുശേഷം പറയുന്നത്, എന്തൊക്കെ വന്നാലും ഞാൻ എന്റെ ഫാദറിനെ രക്ഷിക്കും, ഞാൻ അത് നിനക്ക് വാക്ക് തന്നതാണ്, റിസ്ക് എടുത്ത് നീ എന്തിനാണ് എന്റെ കൂടെ വരുന്നത് എന്നൊക്കെയാണ്. എന്നാൽ ചെറുപ്പം മുതലേ ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ നേരിട്ടതല്ലേ, അതേപോലെ തന്നെ ഇതിനെയും നമ്മൾ നേരിടും. ഒരുപക്ഷെ നിന്റെ കൂടെ എനിക്ക് എപ്പോഴും ആയിരിക്കാൻ സാധിക്കില്ല, പക്ഷേ നിന്റെ കൂടെ ആയിരിക്കുമ്പോഴെല്ലാം എന്തും ഒരുമിച്ച് നേരിടാനും എന്തു സാഹസികതയ്ക്കും ഞാൻ തയ്യാറാണ്. അതിപ്പോ മരണം തൊട്ടു മുമ്പിലാണെങ്കിൽ പോലും എന്തു തന്നെയായാലും ഒരു മടിയും കൂടാതെ അവന്റെ കൂടെ തന്നെ താൻ ഉണ്ടാകുമെന്ന് യൂണർ പറയുന്നു. യാണപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞിട്ട് ഇനി അവളോട് പോയി റെസ്റ്റ് എടുത്തോളാൻ പറയുന്നു. യാണിനെ കുറച്ച് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. ശേഷം നന്നായിട്ട് റെസ്റ്റ് എടുത്തോളൂ, രാവിലെ തന്നെ പോവണമെന്ന് പറയുന്നു. യാണിന്റെ പ്രാക്ടീസ് മുടക്കണ്ട എന്ന് കരുതി ഉറങ്ങാൻ വേണ്ടി യൂണർ ടെന്റിലേക്ക് പോകുന്നു. യാണാകട്ടെ എന്തൊക്കെയോ ആലോചിച്ചതിന് ശേഷം വീണ്ടും ഫ്ലെയിംസുകൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വിധത്തിൽ അവൻ അതെല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവന് 3 ഫ്ലെയിംസുകൾ ഒരുമിച്ചുള്ള ടെക്നിക്ക് പ്രയോഗിക്കാനാകും. എങ്കിലും പെർഫെക്റ്റ് ആയിട്ട് അത് കൺട്രോൾ ചെയ്യാൻ അറിയാത്ത ഒരാളെ പോലെ പെട്ടെന്ന് അവനത് തൊടുത്തു വിടുകയായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവൻ ടെന്റിലേക്ക് നോക്കുന്നു. സന്തോഷത്തോടെ നോക്കിയതാണോ എന്നറിയില്ല. എന്തൊക്കെ വന്നാലും ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.